ചൈനക്കാരും നന്നായി ഹിന്ദുവിനെ കൊണ്ട്. കാരണം ചൈന ചിന്തിച്ചു, ഭാരതത്തിൽ എന്ത് ബിസിനസ് ചെയ്താൽ പച്ച പിടിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഐശ്വര്യം 1000 രൂപയ്ക്ക് കൊടുത്താൽ മണ്ടന്മാരായ ഹിന്ദുക്കൾ അത് വാങ്ങും. അങ്ങനെ അവർ ബഡ് ചെയ്തിട്ടൊരു മുള ഇറക്കി. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചോ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന്. പണ്ട് കാലത്ത് എല്ലാ തറവാടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കൊരു കുളവും കാവും ഉണ്ടായിരുന്നു, മുളങ്കൂട്ടം ഉണ്ടായിരുന്നു. ആ മുള ഇങ്ങനെ ആർത്ത് വളരുന്ന അനുസരിച്ച് ആ കുടുംബത്തിൽ 5ഉം 10ഉം തലമുറകളായിട്ടുള്ള കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, തമ്മിൽ തല്ലാതെ. എന്നീ മുളയൊക്കെ വെട്ടിക്കളഞ്ഞോ അന്നു മുതൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാണ്ടായി. കാരണം എന്താണ്? മുളയ്ക്ക് ശബ്ദതരംഗത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ളൊരു കഴിവുണ്ട്. നമ്മൾ പോടാ എന്ന് പറയുന്നതിനെ പൊയ്ക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള ശബ്ദതരംഗത്തെ ശുദ്ധി ചെയ്യുവാനുള്ളൊരു കഴിവ് മുളയ്ക്കുണ്ട്. അതുകൊണ്ടല്ലേ സാക്ഷാൽ കണ്ണൻ മുളം തണ്ടിൽ 5 സുഷിരങ്ങളിട്ടിട്ട് കൂട്ടം തെറ്റിപ്പോയ ഗോക്കളവരെ വിളിച്ചു വരുത്തിയില്ലേ? അപ്പം മുളയുടെ ധർമ്മം എന്താണ്? അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ ഒക്കെ ഓടക്കുഴലിൽ പണിതിട്ട് അത് വെച്ച് കൊണ്ട് നടന്നുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് മുളം തണ്ടിൽ സുഷിരങ്ങളിട്ട് ഓടക്കുഴൽ ഊതിയിരുന്നത്? മുളയുടെ ധർമ്മം നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മുളയെല്ലാം പാമ്പ് കയറുമെന്നും പറഞ്ഞ് ഏതോ പെന്തക്കോസ്തുകാരൻ പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞു. ശ്രീകൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് നിന്നാൽ ഓടക്കുഴൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ഓടക്കുഴലും വാങ്ങി ഹിന്ദു ദൂരെ കളഞ്ഞു. അതൊക്കെ പെന്തക്കോസ്ത് മിഷണറിമാരുടെ തന്ത്രമായിരുന്നു, ഹിന്ദുവിനെ കൺഫ്യൂഷനാക്കാൻ. അല്ലേ? എത്രയോ വീട്ടിൽ കളഞ്ഞില്ലേ? ഓടക്കുഴൽ വെച്ചാൽ കൃഷ്ണൻ ഊതിയകറ്റും ഐശ്വര്യം. എവിടെയാ കൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുക? കൃഷ്ണൻ്റെ ഹൃദയമാണ് ഓടക്കുഴൽ. അതില്ലാതെ നിൽക്കുന്ന കൃഷ്ണനെ സങ്കല്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? സ്വന്തം മോൻ അവൻ നന്നായിട്ട് പഠിച്ച് വളർന്ന് വലിയൊരു നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കാതെ ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? അവൻ്റെ ഏറ്റവും വലിയ ആയുധമല്ലേ അവൻ്റെ പുസ്തകവും പേനയും. നീ ഇനി പുസ്തകവും പേനയും കൈകൊണ്ട് തൊടണ്ടെന്നും പറഞ്ഞിട്ട് ദൂരെ കളയുമോ നിങ്ങളാരെങ്കിലും? ഇല്ലല്ലോ. അതുപോലെയാണ് ഭഗവാൻ ഓടക്കുഴൽ. ഇത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് പരാജയം ഉണ്ടാവും.